ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള ഒരു പലഹാരമാണിത്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് അരിച്ചെടുക്കാം. അരിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് പുട്ടുപൊടി എടുക്കാം. പിന്നെ പുട്ടുപൊടിയുടെ കൂടെ ചേർക്കുന്നത് മൈദയാണ്. മൈദയും 1/2 കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടുന്നത് ഏലക്കായ് പൊടിച്ചതാണ്. 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ കുറച്ചുകൂടി നമുക്ക് ലൂസാക്കി എടുക്കണം. ഒരു ഇഡ്ലി മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബാറ്റർ ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ബാറ്റർ 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചുകൂടി കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇത് കുറച്ചുകൂടി ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ അപ്പം ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ബാറ്റർ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള അപ്പം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നെയ്യപ്പമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ അപ്പം എന്തായാലും ഇഷ്ടമാവും. ഇതിൻ്റെ പുറമേ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു അപ്പമാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായയും കൂടി കിട്ടിയാൽ പിന്നെ പറയേണ്ട, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും കുട്ടികൾ വരുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.